നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലെ റെൻ്റൽ ഫ്ലോറിലാണ്. ഇതൊരു ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറക്കാട്ട് ജുവൽസ് തന്നെയാണ് 24 ക്യാരറ്റ് പ്യോർ ഗോൾഡ് ലെയർഡ് ഓർണമെൻറ്റ്സ് ലോകത്തിനാദ്യമായി നൽകിയതല്ല, അവതരിപ്പിച്ചതും പറക്കാട്ട് ജുവൽസാണ്. റെൻ്റൽ കളക്ഷൻസിൻ്റെ വലിയൊരു ഷോറൂം അല്ലെങ്കിൽ വലിയൊരു ഫ്ലോർ എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് കോവിഡ് എല്ലാം കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ കുറച്ച് ഒരു എന്താ പറയുക, ആഭരണങ്ങളും കല്യാണത്തിനുള്ള ഓർണമെൻറ്റ്സൊക്കെ വാങ്ങാനായിട്ട് ഒരല്പം ബഡ്ജറ്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു പറക്കാട്ട് ജുവൽസാണ്. അപ്പോൾ പറക്കാട്ടിൻ്റെ കൂടാതെ നമ്മൾക്ക് റെൻ്റൽ ഓർണമെൻറ്റ്സിൻ്റെ ഒരു കളക്ഷൻ പലയിടത്തുനിന്നും നമുക്ക് നേരത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരിക്കലും കോൺഫിഡൻസോടുകൂടി അണിയാനായിട്ട് സാധിക്കില്ല. കാരണം ഇമിറ്റേഷൻ ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് കാഴ്ചയിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇമിറ്റേഷനാണ്, അത് സ്വർണ്ണമല്ല. പക്ഷേ പറക്കാട്ട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കാരണവശാലും നമ്മൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. നമ്മളുടെ ഒരു ഫസ്റ്റ് ലുക്കിലായിക്കോട്ടെ, ഇനി നമ്മൾ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ ഫിനിഷും ബാക്കി വെയിറ്റ് മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയാലും ഒരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് റെൻ്റൽ ഫ്ലോറിലാണല്ലോ. ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നോ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് കുട്ടികൾക്കുള്ളത്. ഇപ്പോഴത്തെ കാലത്തെ ഒരു പെൺകുട്ടികൾക്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഗോൾഡിൽ ഇത്രയും ഒരു ക്യാഷ് മുടക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം? അതിൻ്റെ ഒരു ഗോൾഡിന് മാത്രമല്ലല്ലോ നമ്മൾ മുടക്കേണ്ടി വരിക, ഗോൾഡിന് അതുപോലെ തന്നെ നമ്മൾ അതിൽ വരുന്ന സ്റ്റോൺസിന്, മുത്തുകൾക്ക്, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഹെവി ആയിട്ടുള്ളൊരു മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ പറ്റില്ല, കള്ളന്മാരുടെ ഒരു ഉപദ്രവം, അല്ലെങ്കിൽ നമ്മൾ ലോക്കറിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കണം. അപ്പം നമ്മൾക്കൊരു അടുത്തൊരു ഫംഗ്ഷൻ വരുമ്പോൾ ചിലപ്പം ഈ ഓർണമെൻറ്റ് പോയി എടുക്കാൻ പോലുമുള്ള സമയം കിട്ടില്ല. ലോക്കറിൽ കൊണ്ടുപോയി വെക്കുന്നത് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ, അതെടുത്ത് ഉപയോഗിക്കാൻ പോലും സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരു തന്നെയല്ല, ഇന്നത്തെ കുട്ടികളൊന്നും നമ്മുടെ മലയാളീസ് എല്ലാവരും ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠനത്തിന് വേണ്ടി പോകുന്നു, പഠനം കഴിഞ്ഞ് അവിടെ ജോലിയിലേക്ക് വരുന്നു. അവർക്കൊന്നും പിന്നീട് അവരുടെ ഒരു കോസ്റ്റ്യൂമിനോ ഒന്നും ചേരുന്ന രീതിയിൽ ഒരിക്കലും ഗോൾഡ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല. മോഡേൺ ട്രെൻഡി ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമിനൊപ്പം ചിലപ്പോൾ ഹെവി ഓർണമെൻറ്റ്സ് ഒന്നും യോജിക്കില്ല. അപ്പം നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഈവൻ ഗോൾഡ് എടുത്താലും, ഇനി പറക്കാട്ട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സ് എടുത്താൽ പോലും അതും നമ്മൾക്ക് ഇപ്പോൾ പിന്നീടൊരു യൂസ്, കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് സ്റ്റേജിലൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കാനും ഫോട്ടോഷൂട്ടിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം നമ്മൾക്ക് പറക്കാട്ട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്റ്റായിരിക്കും, കോൺഫിഡൻസോടുകൂടി നിൽക്കാനും പറ്റും. പക്ഷേ അതിന് ശേഷം ഈ ഓർണമെൻറ്റ്സ് പോലും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ന്യൂജൻ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് പറക്കാട്ടിൻ്റെ ഈ ഒരു റെൻ്റൽ ഫ്ലോർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ചെട്ടിനാട് കളക്ഷൻസ് മാത്രമല്ല, ഇതുണ്ടോ ഒരുപാട് കളക്ഷൻ ചെട്ടിനാട് കളക്ഷൻസ് വരുന്നുണ്ട്. ഇനി ഈ ചെട്ടിനാട് കളക്ഷൻ മാത്രമല്ല, നമ്മൾക്ക് ഹിന്ദു ബ്രൈഡ്സിനും മുസ്ലിം ബ്രൈഡ്സിനും ക്രിസ്ത്യൻ ബ്രൈഡ്സിനും എല്ലാം പറ്റിയ ചെട്ടിനാട് കളക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇനി ഹിന്ദു കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിസപ്ഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ വൈറ്റ് റോഡിയം ചെയ്തിട്ടും റോസ് ഗോൾഡ് ചെയ്തിട്ടും ഒക്കെ വരുന്നതും ഇനി യെല്ലോ ഗോൾഡിൽ വരുന്നതുമായിട്ടുള്ള ഒരുപാട് ചോക്കേഴ്സ് നമുക്ക് ലെഹങ്കാസിൻ്റെ കൂടെയോ അല്ലെ ഇപ്പം എന്താ പറയുക ക്രോപ്പ് ടോപ്പോ അല്ലെ അങ്ങനെയുള്ള ഡ്രസ്സുകൾ അല്ലെ പാർട്ടി വെയർ സാരീസിൻ്റെ ഒക്കെ കൂടി യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരുപാട് ചോക്കർ നെക്ലേസുകൾ, ഇനി അതിനെല്ലാം ചേരുന്ന രീതിയിലുള്ള ബാംഗിൾസ്, ചെട്ടിനാട് കളക്ഷൻ ആയിക്കോട്ടെ, ഇനി നമ്മളുടെ ഡയമണ്ട് പാറ്റേണിൽ വരുന്നതായിക്കോട്ടെ, അതുപോലെയുള്ള ബാംഗിൾസ്, ഇനി നമ്മൾക്ക് മറ്റ് ഓർണമെൻറ്റ്സും കൂടെ കാണാം. അപ്പോൾ ഓർണമെൻറ്റ്സ് മാത്രമല്ല, ജിംകാസ്,
ചുട്ടി, മാട്ടി, വങ്കി അങ്ങനെയുള്ള എല്ലാ കളക്ഷൻസും പറക്കാട്ടിൻ്റെ ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിൽ ഷോറൂമിൽ അൺകട്ട് നെക്ലേസ് തൊട്ട് തുടങ്ങിയിട്ടുള്ള പാറ്റേണുകൾ, ട്രഡീഷണൽ മുല്ലമുട്ട്, നാഗപടം, പാലയ്ക്ക, കാശിമാല തുടങ്ങിയിട്ടുള്ളത് തൊട്ട് എല്ലാ കൈൻഡ് ഓഫ് ജ്വല്ലറീസും പറക്കാട്ടിൻ്റെ ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിലെ റെൻ്റൽ ഫ്ലോറിലും പറക്കാട്ടിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെയുള്ള ഷോറൂമുകളിൽ ഇപ്പോൾ നമ്മൾ ചെറിയൊരു പോർഷൻ റെൻ്റൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ റെൻ്റൽ ഒരു സെക്ഷനും കൂടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർണമെൻറ്റ്സിനായിട്ട് പറക്കാട് ജ്വൽസിൻ്റെ ഏതെങ്കിലും ഒരു ഷോറൂം നിങ്ങൾ ഡെഫിനറ്റായിട്ട് സന്ദർശിക്കുക. നിങ്ങൾക്ക് ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിലെ വീഡിയോ കോളിലൂടെ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചു തരുന്നതുമായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.